Hello my dears, welcome to ACS online class. അപ്പോൾ നമ്മൾ 5th ചാപ്റ്റർ വരെ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് വർക്ക് ഷീറ്റ് പഠിച്ചാലോ, പ്രാക്ടീസ് ബുക്ക് പഠിക്കാം. എല്ലാവരും ഈ പ്രാക്ടീസ് ബുക്ക് ഒന്ന് എടുത്തേ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. Where to look from? ഇത് പഠിപ്പിച്ചതാണല്ലേ, എല്ലാവരെയും പഠിപ്പിച്ചതാണ്. എല്ലാവരും എക്സാമിനൊക്കെ എഴുതി എല്ലാവരും നല്ല മാർക്കൊക്കെ വാങ്ങിച്ചതാ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. Draw the top views of the objects of the following objects. എന്താണ് ടോപ്പ് വ്യൂ വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത് അല്ലേ. ടോപ്പ് വ്യൂ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിനെ ഏത് ഷേപ്പിലാണ് കാണുന്നത് എന്ന് വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിക്കേ, ഒരു ടേബിളാ. ടേബിളിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കിക്കേ, ടേബിളില് എന്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ആ മുകളിലുള്ള ആ ഒരു ബോക്സ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ടേബിളിലെ ടോപ്പ് വ്യൂ എന്താണ്, ഇതുപോലെ ഉള്ളൊരു ബോക്സ് ആണ് അല്ലെ. ഇനി അടുത്തത് ഒരു ഗ്ലാസ്. അപ്പൊ ഗ്ലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചു നോക്കി, അത് കഴിഞ്ഞ് ഗ്ലാസിന്റെ ടോപ്പ് വ്യൂ കാണാൻ പോവാ. ഗ്ലാസ് താഴത്തോട്ട് വെച്ചിട്ടൊന്ന് മുകളിൽ നിന്ന് നോക്കിക്കേ, ഗ്ലാസിന് എന്തായിട്ടാ കാണാൻ പറ്റുന്നത്, ആ ഒരു വട്ടം അല്ലെ. അകത്തോട്ട് ഇങ്ങനെ കുഴിവുള്ള ഒരു മുകളിലത്തെ ആ വട്ടം നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഗ്ലാസിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും അല്ലെ. ഇനി നോക്കിക്കേ, ഇനി അടുത്തൊരു തബല അല്ലെ, ഒരു തബല അല്ലെങ്കിൽ ഡ്രം. ഇതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും, അതും ഒരു വട്ടം ഷേപ്പാ അല്ലെ. കണ്ടില്ലേ, ടോപ്പ് വ്യൂ ഒരു വട്ടം വന്നിട്ട് നടുക്കത്തെ ആ കുഞ്ഞ് റൗണ്ട് അല്ലെ. ഇനിയോ ഒരു കാറാണ്. ഒരു കാറ് നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ആ കാറിന്റെ ഫുൾ ഷേപ്പ്, ഗ്ലാസ്, അതിന്റെ കണ്ണാടി, അതിന്റെ ഹോൺ, അതിന്റെ സീറ്റുകൾ എല്ലാം കാണാൻ പറ്റും. ഡോറൊക്കെ തുറന്ന അതിനകത്തുള്ള എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഒരു കാറിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 1 തന്നെ ഒരു കാറിന്റെ ടോപ്പ് വ്യൂ എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ പിക്ചർ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 1 തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരു കാറിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും, മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കി കാറിനെ എങ്ങനെ കാണാൻ പറ്റും, ഇതുപോലൊരു ബോക്സ് വന്നിട്ട് ആ കാറിന്റെ ആ പൊക്കമുള്ള ഭാഗം അടുത്തൊരു ബോക്സ് ആയിട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇതുപോലെ എല്ലാവരും താഴത്തെ ബോക്സിൽ വരയ്ക്കണം കേട്ടോ. ടേബിള്, ഗ്ലാസ്, ഡ്രം, കാറ്, പിന്നെന്താ ഈ ഒരു ടാങ്ക് പോലെ, ടാങ്കിന്റെ മുകളിലുള്ള റൗണ്ടേ കാണാൻ പറ്റത്തുള്ളൂ, അതിനകത്തുള്ള റൗണ്ടും കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഈ വസ്തുക്കളുടെ എല്ലാ ടോപ്പ് വ്യൂസ്. അപ്പൊ താഴത്തോട്ട് എല്ലാവരും ഓർഡർ അനുസരിച്ച് വരയ്ക്കണം. അതായത് ആദ്യം ടേബിളിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം, ബോക്സ് പോലെ വരയ്ക്കണം, പിന്നെ ഗ്ലാസിന്റെ വരയ്ക്കണം, പിന്നെ ഡ്രം, പിന്നെ കാറ്, പിന്നെ ആ ടാങ്ക് പോലുള്ള ആ ഒബ്ജക്റ്റ്. പിന്നെ എല്ലാത്തിന്റെയും പെൻസിൽ ഉപയോഗിച്ച് എല്ലാവരും ഈ വർക്ക് ബുക്കുകൾ, ഈ പ്രാക്ടീസ് ബുക്കിൽ തന്നെ ഈ താഴത്തെ സ്ഥലത്ത് വരയ്ക്കണം കേട്ടോ. ഇനി copy each pattern on the dotted grid in the right side. മിസ് രംഗോലി എന്നൊരു ഭാഗം ക്ലാസ്സിൽ ടെക്സ്റ്റിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു അല്ലെ. ക്ലാസ് ഒക്കെ വന്നു കഴിഞ്ഞ് എല്ലാരും പഠിപ്പിക്കാൻ വിചാരിച്ചു വെച്ചിരുന്നതാണ്, പക്ഷെ മിസ് ഇപ്പോൾ അത് അവതരിപ്പിക്കാം. ഓക്കെ, രംഗോലി. നമുക്ക് ഈ ഡോട്ടഡ് ലൈൻസ് തന്നിട്ട് അതുപോലൊരു ഇമേജ് ഇപ്പുറത്ത് വരയ്ക്കാൻ തന്നിരിക്കുകയാണ്. എങ്ങനെ വരയ്ക്കും നമ്മൾ എങ്ങനെ വരയ്ക്കേണ്ടി വരും നോക്കിക്കേ. ആ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫസ്റ്റ് ഫിഗർ വരക്കണം അല്ലെ. അപ്പൊ ഞാൻ ഒരു ഡോട്ടഡ് ലൈൻ സെലക്ട് ചെയ്തു, അതിന്റെ മറ്റൊരു വശം ചരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചരിഞ്ഞ ഒരു വശം രണ്ട് ഡോട്ടഡ് ലൈൻസ് ജോയിൻ ചെയ്ത് ചരിച്ചു വരച്ചു. ഇപ്പുറത്തും 2 ഡോട്ടഡ് ലൈൻസ് ജോയിൻ ചെയ്ത് ചരിച്ചു വരച്ചു കൊടുത്തു. എന്നിട്ടോ അകത്തോട്ടുള്ളത് ഈ ഒരു ഡോട്ടഡ് ലൈനിലേ ഉള്ളൂ, ഇപ്പുറത്തും അങ്ങനെ വരച്ചു. പിന്നെ ചരിച്ച് വരച്ചു, 2 സൈഡിലും ചരിച്ച് പിന്നീട് ഒരു ഡോട്ടഡ് ലൈൻ കണക്ട് ചെയ്ത് വരച്ചു. ഇനി മൊത്തത്തിൽ കണക്ട് ചെയ്ത് വരച്ചു. ഇനിയോ അടുത്ത് ഈ ആരോ വരയ്ക്കാൻ പോവാണേ. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡോട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഡോട്ട് സെലക്ട് ചെയ്തു. എന്നിട്ടോ ഫസ്റ്റ് 2 സൈഡും ചരിഞ്ഞിരിക്കുന്ന ഭാഗം വരയ്ക്കാൻ പോവാണ് അല്ലെ. 2 ചരിഞ്ഞിരിക്കുന്ന ഭാഗം 2 ഡോട്ടഡ് ലൈൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. 1, 2 അല്ലെ. അതുപോലെ ഇപ്പുറത്ത് 1, 2. ഇനിയോ എല്ലാവരും സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം. ഓക്കെ, എന്നിട്ടോ ഇനി അകത്തോട്ടുള്ള ഡോട്ടഡ് ലൈൻ, അകത്തോട്ടുള്ള ഡോട്ടഡ് ലൈനിലോട്ട് അടുത്തൊന്ന് വരച്ചു കൊടുത്തു. ഇവിടെയും അകത്തോട്ടുള്ള ഡോട്ടഡ് ലൈനിലോട്ട് വരച്ചു കൊടുത്തു. എന്നിട്ടോ താഴത്തോട്ട്, പിന്നെ താഴത്തോട്ട് 2 ഡോട്ടഡ്, എത്രയാണ്, 3 ഡോട്ടഡ് ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു.
പെൻസിൽ വെച്ച് വരയ്ക്കാത്തതുകൊണ്ടാണ് ഈ വളഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഏകദേശം അതുപോലെ തന്നെ കിട്ടിയില്ലേ? എല്ലാരും പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഏറ്റവും താഴത്തെ ട്രയാങ്കിൾ കണ്ടോ? ഇങ്ങനെ ഇങ്ങനെ അല്ലെ, 2, 3, 4 ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്ത് വേണം വരയ്ക്കാൻ. 4 ഡോട്ടഡ് ലൈൻ വേണം. എന്നിട്ടോ നീളത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. 1, 2, 3, 4, 5, 6 മൊത്തം 6 ഡോട്ടഡ് ലൈൻ താഴെ തന്നെ വേണം. 3, 4, 5, 6. ഇനിയോ, ഇനി അവിടെ നിന്ന് മുകളിലത്തെ ടോപ്പിൽ നിന്ന് ചരിച്ച് 1, 2, 3, 4 4ാമത്തെ ഡോട്ടഡ് ലൈനിൽ മുട്ടിച്ചു കൊടുക്കണം. 1, 2, 3, 4 കണ്ടോ? എന്നിട്ടോ ഇനി അവിടെ നിന്ന് മുകളിലോട്ട് അല്ലേ, 3 ഡോട്ടഡ് ലൈൻ. എന്നിട്ടോ പിന്നെ 4, 1, 2, 3, 4 കണ്ടോ? ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് രംഗോലി മറ്റ് ഈ ലൈൻസ് എല്ലാം വരയ്ക്കാൻ പറ്റും അല്ലെ. രംഗോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം വളഞ്ഞ സ്ട്രക്ചർ ഒക്കെ ആയിരിക്കും അല്ലെ. ഓരോ ഡോട്ടഡ് ലൈൻസ് ഒക്കെ ഉപയോഗിച്ച് വളഞ്ഞൊക്കെ വരുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരിക്കും രംഗോലി. പക്ഷെ ഇവിടെ ഈ ടെക്സ്റ്റിലുള്ള ഈ പ്രാക്ടീസ് എക്സസൈസ് എല്ലാം തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പൊ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡോട്ടഡ് ലൈനിൽ നിന്ന് ഡോട്ടഡ് ലൈനിൽ നിന്ന് നിങ്ങൾ ചരിച്ചോ നേരെയോ ഒക്കെ വരച്ചു കൊടുക്കണം. സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരക്കണം. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ അതർ ഹാഫ് ഓഫ് ഈച്ച് പിക്ചർ. എല്ലാവർക്കും മിറർ ഇമേജ് വരയ്ക്കാൻ അറിയാം അല്ലെ. ഇപ്പൊ ഡോട്ടഡ് ലൈനോട് തന്നതുകൊണ്ട് എളുപ്പത്തിൽ കറക്റ്റ് മെഷർമെന്റിൽ വരയ്ക്കാൻ പറ്റും അല്ലെ. ഇപ്പോഴത്തെ സൈഡിൽ ചരിച്ചാണേലും നേരെ ആണേലും ഒക്കെ എത്ര ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കി അതിന്റെ മറ്റേ സൈഡ് ഫിൽ ചെയ്ത് കൊടുക്കണം അല്ലെ. ഫസ്റ്റ് ഫിഗറിന്റെ റൈറ്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് പെൻസിൽ ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഈ പേജ് കംപ്ലീറ്റ് മിറർ ഇമേജസ് വരച്ച് ചേർക്കാനുള്ളതാണ്. എല്ലാവരും മിറർ ഇമേജ് പഠിച്ചതല്ലേ, എല്ലാവർക്കും അറിയാലോ. മിറർ ഇമേജ് വരച്ചു കൊടുക്കണം. ഇനി draw dotted lines to divide each picture into 2 similar picture halves. നമുക്ക് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് ഈ പിക്ചേഴ്സിനെ സിമിലർ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഫസ്റ്റ് ഒരു ആരോ ആണ്, ആരോയുടെ നടുക്ക് നിന്ന് താഴത്തോട്ട് ഒരു വര വരച്ചപ്പോ എന്തായി? മിറർ ഇമേജ് ആയിട്ട് കിട്ടി അല്ലെ. ഇനി ഒരു ലവ് ചിഹ്നം നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്യണോ നീളത്തിൽ കട്ട് ചെയ്യണോ? മിറർ ഹാഫ് കിട്ടാൻ വേണ്ടി വട്ടത്തിലാണോ നീളത്തിലാണോ കട്ട് ചെയ്യേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീളത്തിലാണ് അല്ലെ. അപ്പൊ നീളത്തില് സ്കെയിൽ ഉപയോഗിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ഇനി ഒരു ആരോ പോലെ അല്ലെങ്കിൽ ഒരു ഇല പോലെ ഒരു പിക്ചർ ഉണ്ട്. അതിനെ നീളത്തിൽ കട്ട് ചെയ്യുമ്പോഴാണോ വട്ടത്തിൽ കട്ട് ചെയ്യുമ്പോഴാണോ മിറർ ഇമേജ് കിട്ടുന്നത്? വട്ടത്തിൽ കട്ട് ചെയ്യുമ്പോൾ അല്ലെ. അതിന്റെ സെന്ററിൽ കറക്റ്റ് ആയിട്ട് ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. ഇനി ഒരു ട്രപ്പീസിയം പോലുള്ള ഷേപ്പാണ്. ഈ ഷേപ്പിന്റെ പേര് ട്രപ്പീസിയം എന്നാണ്. ഈ ട്രപ്പീസിയം എങ്ങനെ ഒരു മിറർ ഇമേജ് ആക്കി എടുക്കാൻ പറ്റും? നീളത്തിലാണോ മിറർ ഇമേജ് ആക്കി വരച്ച് ചേർക്കാൻ പറ്റുന്നതാണോ? നീളത്തിൽ കട്ട് ചെയ്താലാണോ അത് മിറർ ഇമേജ് ആക്കി കിട്ടുന്നത്? അതോ വട്ടത്തിലാണോ? നീളത്തിലാണ് അല്ലെ. അപ്പൊ നീളത്തിലെല്ലാവരും ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി ഈ ആരോ ചരിച്ച് വെച്ചിരിക്കാം. അപ്പൊ ആരോ നീളത്തിൽ കട്ട് ചെയ്യണോ വട്ടത്തിൽ കട്ട് ചെയ്യണോ? മിറർ ഹാഫ് കിട്ടാനായിട്ട് അത് വട്ടത്തിൽ കട്ട് ചെയ്യണം അല്ലെ. ഇനി ഈ ഒരു പട്ടം പോലുള്ള ഷേപ്പ് എങ്ങനെ കട്ട് ചെയ്യണം? നീളത്തിൽ തന്നെ കട്ട് ചെയ്താൽ അത് മിറർ ഹാഫ് ആക്കി കിട്ടും. ഒരു ബട്ടർഫ്ലൈയുടെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യുമ്പോൾ 2 മിറർ ഹാഫ്സ് കിട്ടും അല്ലെ. ഈ ലോട്ടസും അപ്രകാരം നീളത്തിൽ തന്നെ കട്ട് ചെയ്യുക. അപ്പൊ മിറർ ഹാഫ്സ് ആക്കി കിട്ടും. എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാ? എല്ലാവരും എല്ലാ പോർഷൻസും പഠിച്ചതാണ് അല്ലെ. ഇതൊക്കെ പഠിച്ച് മിസ് എക്സാം ഒക്കെ ഇട്ടത് എല്ലാവരും കറക്റ്റ് ആയിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച പോർഷൻസാ. ഇനി ഈ ഭാഗമൊക്കെ എല്ലാവരും സ്കെയിൽ ഉപയോഗിച്ച് നിഷ്പ്രയാസം എല്ലാവർക്കും വരക്കാൻ പറ്റും. പേജ് നമ്പർ 4 and 5 അല്ല. ഇനി ലാസ്റ്റ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ്. Draw dotted lines in different ways to divide these pictures into 2 similar mirror halves. നമുക്ക് ഏതൊക്കെ തരത്തില് ഈ പിക്ചേഴ്സിൽ ഈ 4 പടങ്ങളെ എങ്ങനെയൊക്കെ മിറർ ഹാഫ് ആക്കാൻ വേണ്ടി ഏതൊക്കെ നീളത്തിലാണോ വട്ടത്തിലാണോ നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കാൻ പറ്റുന്ന നോക്കിക്കേ. ഡ്രോ ഡോട്ടഡ് ലൈൻസ് ഇൻ ഡിഫറെന്റ് വേസ്. പലതരത്തിൽ വരയ്ക്കാൻ പറ്റുന്ന പറഞ്ഞേക്കുന്നത്. നീളത്തിൽ വരയ്ക്കാം, വട്ടത്തിൽ വരയ്ക്കാം, ചരിച്ചൊക്കെ വരയ്ക്കാം അല്ലെ മിറർ ഹാഫ് കിട്ടാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സിനെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? നീളത്തിൽ വരച്ചു കൊടുത്താലോ? നീളത്തിൽ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാം.
അപ്പൊ അത് മിറർ ഹാഫ് ആയി കിട്ടും. നേരെ മറിച്ച് വട്ടത്തിലൊരു മിറർ ഹാഫ് ഒരു ലൈൻ വരച്ചു കൊടുത്താലോ അപ്പോഴും പകുതിയുള്ള 2 മിറർ ഹാഫ്സ് കിട്ടും. അതെല്ലാം പോട്ടെ, ഞാൻ ഇങ്ങനെ ചരിച്ച് അതിന്റെ കോർണേഴ്സ് ജോയിൻ ചെയ്ത് ചരിച്ച് ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുത്തു. അപ്പോഴും ചരിഞ്ഞിരിക്കുന്ന 2 മിറർ ഹാഫ്സ് കിട്ടും അല്ലെ. തിരിച്ച് ചരിച്ച് വരച്ചു കൊടുത്താലോ അതിന് എന്താണ് ഇപ്പുറത്തെ സൈഡിലുള്ള 2 മിറർ ഹാഫ്സ് കിട്ടും അല്ലെ. അപ്പൊ ടോട്ടൽ ഈ ഒരു ബോക്സിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്താൽ എനിക്ക് 2 മിറർ ഹാഫ്സ് കിട്ടും. നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്താലും എനിക്ക് 2 മിറർ ഹാഫ്സ് കിട്ടും. അതും പോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്താലോ ആ ബോക്സിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ എനിക്ക് 2 മിറർ ഹാഫ്സ് കിട്ടും. അതും പോകട്ടെ, ഞാൻ ആ ബോക്സിനെ ഇങ്ങനെ കട്ട് ചെയ്താലോ അപ്പോഴും എനിക്ക് മിറർ ഹാഫ്സ് കിട്ടും അല്ലെ. അപ്പോൾ ആ ഒരു ബോക്സിനെ മാത്രം 4 തരത്തിൽ നമുക്ക് മിറർ ഹാഫ്സ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഈ 4 തരത്തിലും എല്ലാവരും പെൻസിൽ ഉപയോഗിച്ച് ഈ ഡോട്ടഡ് ലൈൻസ് സ്കെയിൽ ഉപയോഗിച്ച് പെൻസിൽ ഉപയോഗിച്ച് എല്ലാവരും വരച്ചു കൊടുക്കണം. ഇനി അടുത്തത് ഒരു ഹെക്സഗൺ ആണ് അല്ലെ. ഈ ഹെക്സഗനെ എങ്ങനെയൊക്കെ വരച്ചു കൊടുത്താല് നമുക്ക് മിറർ ഹാഫ്സ് കിട്ടും. ഇങ്ങനെ വരച്ചു കൊടുത്താൽ മിറർ ഹാഫ്സ് കിട്ടും അല്ലെ. ഇനി ഇങ്ങനെ വരച്ചു കൊടുത്താലോ മിറർ ഹാഫ്സ് കിട്ടും. ഈ ബോക്സിൽ ഈ ലൈൻസ് മുഴുവൻ ഒരൊറ്റ ഫിഗറിൽ വരച്ചാൽ മതി കേട്ടോ, ഇങ്ങനെ വരച്ചാൽ മതിയേ. അതുപോലെ തന്നെ ഈ പടത്തിലും എന്താണ് ഒരൊറ്റ ആ ഒരു ഫിഗറിൽ തന്നെ പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ 2 ടൈപ്പിൽ മാത്രം നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുത്താൽ 2 മിറർ ഇമേജസ് കിട്ടും അല്ലെ. ഇനി അടുത്തൊരു പൂവാണ്. ആ പൂവിനെ ഇതുപോലെ നീളത്തിലും വട്ടത്തിലും ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുത്താൽ എന്താണ് 2 മിറർ ഹാഫ്സ് കിട്ടും. ഇനി സർക്കിൾ ആണ്. സർക്കിളും ഇതുപോലെ, സർക്കിൾ ആണെങ്കിൽ 4 തരത്തിൽ പറ്റും. സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ 2 മിറർ ഹാഫ്സ് കിട്ടും, ഇങ്ങനെ വരച്ചാൽ മിറർ ഹാഫ്സ് കിട്ടും. ഈ ബോക്സ് പോലെ തന്നെ ഇങ്ങനെ വരച്ചാൽ ഇവിടെ 2 മിറർ ഹാഫ്സ് കിട്ടും. ഇങ്ങനെ വരച്ചാലും അപ്പുറം ഇപ്പൊ 2 മിറർ ഹാഫ്സ് കിട്ടും. ബോക്സിന് 4 ടൈപ്പിൽ വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സർക്കിളിലും 4 ടൈപ്പിൽ വരയ്ക്കാൻ പറ്റും. പിന്നെ ഇടയിലത്തെ ആ ഒരു ഹെക്സഗണും ആ ഒരു ഫ്ലവറിന് മാത്രം 2 തരത്തില് ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പൊ എല്ലാവരും ചെയ്യത്തില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോണ്ടാക്ട് ചെയ്യുക. രണ്ടാമത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ടെക്സ്റ്റ് വായിക്കുക. പഴയ നമ്മൾ പഠിച്ച ആ പോർഷൻസ് ഒക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഒന്നുകൂടെ എളുപ്പമാവും. എന്റെ മിസ്സിന്റെ ക്ലാസ് കേൾക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോണ്ടാക്ട് ചെയ്യുക. മിസ് പറഞ്ഞു തരാം കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ ഫൺ വിത്ത് നമ്പേഴ്സ്. ഒരു മാച്ച് സ്റ്റിക്ക് വെച്ചപ്പോൾ കൗണ്ട് എത്ര എണ്ണം ഉണ്ട്? 1. ഇനി 10 എണ്ണം വെച്ചപ്പോഴോ 10 എണ്ണം ആയില്ലേ? അതൊരു കെട്ടാക്കി അല്ലേ. ഇനി 10 കെട്ടുകൾ അടുക്കി വെച്ചാലോ ഒരു വലിയ കെട്ടായില്ലേ, ഒരു 100 ആയില്ലേ. ആദ്യം 1 ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 10 എണ്ണം ഒരുമിച്ചൊരു കെട്ടാക്കി വെച്ചു. ആ 10 എണ്ണം കെട്ടാക്കി വെച്ചിരിക്കുന്ന നോക്കിക്കേ, ആ 10 എണ്ണം പിന്നെയും എന്താണ് ഈ 10 നമ്പേഴ്സ് ഉള്ള 10 നമ്പർ വെച്ചപ്പോഴോ ഒരു വലിയ കെട്ടില് 100 ഉൾക്കൊള്ളിക്കാൻ പറ്റിയല്ലേ. ആദ്യം ഒരൊറ്റ നമ്പർ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഒരൊറ്റ മാച്ച് സ്റ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ അവിടെ 1 എഴുതി. പിന്നെ ഇത് 10 മാച്ച് സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അപ്പൊ ഒരു കെട്ടാക്കി അല്ലെ. ഈ കെട്ട് ഒരു 10 ഇങ്ങനത്തെ കെട്ടാക്കിയപ്പോഴോ 4 5 6 ഇതായല്ലേ. ഇത് ഒറ്റ എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ 1. പിന്നെ ഇത് ഈ ഓരോന്നും 10 എണ്ണം ആയപ്പോ ഒരു കെട്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. ഈ കെട്ട് 10 എണ്ണം ആയാലോ. ഇത് 1 2 3 4 5 6 7 8 9 10. അപ്പൊ എത്ര എണ്ണമായി? ഇത് 10 10 10 10 10 10 10 10 10 10. ടോട്ടൽ എത്ര എണ്ണമായി? 100 അല്ലേ. 100നെ എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ കെട്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. കണ്ടില്ലേ, ഒരു വലിയ മാച്ച് സ്റ്റിക്കിന്റെ കെട്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി എത്രയാന്ന് നമ്മൾ കണ്ടുപിടിക്കണം.
നോക്കിക്കേ, വലിയ കെട്ടുള്ള 3 കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഒരു കെട്ടില് ഒരു 100 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര കെട്ടുണ്ട്? 3 അല്ലെ. അപ്പൊ 300s ഉണ്ട് അല്ലെ. അപ്പൊ 300 എങ്ങനെ നമ്മൾ ഫിഗറിൽ എഴുതുന്നത് എങ്ങനെയാണ്? 300. ഇനി അടുത്ത ഫിഗർ നോക്കി, 2 കെട്ടാണ് അല്ലെ. 100ന്റെ 2 കെട്ടാണ്. അപ്പൊ ഫസ്റ്റ് ബോക്സിൽ എന്ത് എഴുതും? 2 എന്ന് എഴുതും അല്ലെ. 200s എന്നായി. 200s ആണെങ്കിൽ 200 ഫിഗറിൽ എങ്ങനെ എഴുതും? 200. ഇനി അടുത്ത് എത്ര കെട്ടുണ്ട് നോക്കി. 100ന്റെ എത്ര കെട്ടുണ്ട്? 1 2 3 4 5. 5 കെട്ടുണ്ട് അല്ലെ. അപ്പൊ 5 ഫസ്റ്റ് ബോക്സിൽ 5 എന്ന് എഴുതുക. 500s. 500ന്റെ ഫിഗറിൽ എഴുതുന്നത് എങ്ങനെയാണ്? 500. ഇനി അടുത്ത 100ന്റെ എത്ര കെട്ടുണ്ട്? 1 2 3 4. അപ്പൊ അവിടെ എന്ത് എഴുതും? 400s. 400 ഫിഗറിൽ എഴുതുന്നത് 400. അതുപോലെ എല്ലാം താഴത്തുള്ളതെല്ലാം 100ന്റെ കെട്ടുകളാണ്. അപ്പൊ എത്രയൊക്കെയാണ് കൗണ്ട് ചെയ്ത് അതാത് ബോക്സിൽ എഴുതുക. എന്നിട്ടോ ആ ബോക്സിൽ എഴുതുന്ന ആ നമ്പേഴ്സ് ഫിഗറിൽ തൊട്ടുപുറത്തുള്ള ആ ബോക്സിൽ എഴുതുക. ഫിഗറിന്റെ രൂപത്തിൽ എഴുതണം, നമ്പറിന്റെ രൂപത്തിൽ എഴുതണം. അപ്പൊ കൗണ്ട് ചെയ്യുക, എന്നിട്ട് എത്ര 100 ആണെന്ന് കണ്ടുപിടിക്കുക, അത് ഫിഗറിൽ എഴുതുക. ഓക്കെ, ചെയ്തില്ല എല്ലാവരും? ഇനി അടുത്തത് കൗണ്ട്. ഇവിടെയും കൗണ്ട് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കി, 100ന്റെ 2 കെട്ടുണ്ട് അല്ലെ. അപ്പൊ താഴത്ത് കണ്ടോ 200s. ഇനി 10ന്റെ എത്ര കെട്ടുകളുണ്ട്? 1 2 3 4. 4 10s അല്ലെ. 4 10s. 10ന്റെ 4 കെട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എന്തായി? 200 എങ്ങനെ നമ്മൾ ഫിഗറിൽ എഴുതുന്നത്? 200. 4 10siനെയോ 40. ഇത് രണ്ടും കൂടെ ചേർന്നാൽ എത്രയാണ്? 200 plus 40 എന്താണ്? 240 അല്ലെ. ഇനി അടുത്ത ഫിഗർ നോക്കിക്കേ, എത്ര 100ന്റെ കെട്ടുണ്ട്? നെക്സ്റ്റ് ബോക്സിൽ 400ന്റെ കെട്ടുണ്ട് അല്ലെ. ഇനി എത്ര ടെൻസിന്റെ കെട്ടുണ്ട്? 2 അല്ലെ. 2 ടെൻസിന്റെ കെട്ടുണ്ട്. അപ്പൊ അവിടെ ബോക്സിൽ എഴുതിക്കേ. അപ്പൊ 400ന്റെ കെട്ട് വന്നാലോ? 4 പ്രാവശ്യം 100ന്റെ കെട്ട് വന്നാൽ എന്തെന്ന് എഴുതും? 4 പ്രാവശ്യം 100 വന്നാൽ 400 അല്ലെ. 4 പ്രാവശ്യം 100 വന്നാല് 400. 2 പ്രാവശ്യം 10 വന്നാലോ? 2 പ്രാവശ്യം 10 വന്നാല് 20 അല്ലെ. അപ്പൊ ടോട്ടൽ ഒന്ന് കണ്ടുപിടിച്ചേ. 400 plus 20 എന്താണ്? 420. ആൻസർ എന്ത് കിട്ടി? ലാസ്റ്റ് 420 എന്ന് എഴുതുക. ഇനി മൂന്നാമത്തെ ബോക്സ്, എത്ര 100ന്റെ കെട്ടുണ്ട്? 3 അല്ലെ. ഇനി എത്ര ടെൻസിന്റെ കെട്ടുണ്ട്? 4. അപ്പൊ 300 plus 40. ആൻസർ എന്താ? 340. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എത്ര 100ന്റെ കെട്ടുണ്ട്? 5. അപ്പൊ 500 ആയി അല്ലെ. അവിടെ 500 ആയി. 500s എന്ന് എഴുതിയാൽ മതി. 5 എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. 500s. മുകളിലത്തെ എക്സാമ്പിൾ കണ്ടോ? അതുപോലെ 5 ആ നമ്പർ മാത്രം എഴുതുക. 500s. 100s ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്, വേർഡ്സിന്റെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫിഗറിന്റെ സ്ഥാനത്ത് 5 മാത്രം എഴുതിയാൽ മതി അല്ലേ. ഇനി എത്ര ടെൻസ് ഉണ്ട്? 2 ടെൻസ് അല്ലേ. 500 plus 20 എന്താണ്? താഴെ എഴുതുക, ടോട്ടൽ ചെയ്ത് എഴുതുക. 520. 520 താഴത്തെ ബോക്സിൽ എഴുതുക. ഇനി അടുത്തത് 6. എത്ര 100s ഉണ്ട്? 600s ഉണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ബോക്സിൽ 6 എന്ന് എഴുതിക്കേ. ഇനി എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5. 5 ടെൻസ് ഉണ്ട് അല്ലെ. അപ്പൊ 600സും 5 ടെൻസും ചേർന്നാൽ എത്രയാണ്? 650 ആണ് അല്ലെ. 600 plus 50 എന്നാണ്. അപ്പൊ 650 ആവും. ഈ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് പേജ് നമ്പർ 9. ഇവിടെ 100ന്റെ കെട്ടുണ്ട്, ടെൻസിന്റെ കെട്ടുണ്ട്, പിന്നെ ഓരോന്ന് വീതം അടുക്കി വേറെയും വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര 100ന്റെ കെട്ടുണ്ട്? 2 അല്ലെ. എത്ര ടെൻസിന്റെ കെട്ടുണ്ട്? 4. എത്ര വൺസ് ഉണ്ട്? 3. അപ്പൊ 200s ആകുമ്പോഴോ 200 ആയി. പ്ലസ് 4 ടെൻസ് ആകുമ്പോഴോ 40. ഇനി എത്ര വൺസ് ഉണ്ട്? 3. അപ്പൊ 200 plus 40 plus 3 അല്ലെ. 200 plus 40 plus 3. അപ്പൊ എന്ത് കിട്ടി? 243 എന്ന് കിട്ടി അല്ലെ. ഇനി അടുത്ത് നോക്കിക്കേ, എത്ര 100ന്റെ കെട്ടുണ്ട്? 3 അല്ലെ. അവിടെ എല്ലാരും എഴുതിക്കേ 3. ഇനി എത്ര ടെൻസ് ഉണ്ട്? 5 ടെൻസ് ഉണ്ട് അല്ലെ.
ഇനി എത്ര വൺസ് ഉണ്ട്? 1 2 3 4 5 6 6 വൺസ് ഉണ്ട് അല്ലെ? അപ്പൊ 3 ഹൺഡ്രഡ്സ് ആയി, 5 ടെൻസ് ആയി, 6 വൺസ് ആയി. ഇതെല്ലാം വേർഡ്സ് ആക്കി കിടക്കാണ് അല്ലെ? നമുക്ക് ഫിഗേഴ്സ് ആക്കി നോക്കിയാലോ? ഫിഗേഴ്സ് ആക്കി മനസ്സിൽ ചിന്തിച്ചു നോക്കുക. 3 ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാല് 300 ആണ്. 5 ടെൻസ് എന്ന് പറഞ്ഞാല് 50 ആണ്. 6 വൺസ് 6 മാത്രം. അപ്പൊ ഇതൊന്ന് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 356. താഴത്തെ ബോക്സിൽ എഴുതിക്കേ 356. ഇനി അടുത്ത് നോക്കിക്കേ, എത്ര ഹൺസ് ഉണ്ട്? 2. അവിടെ ആ ബോക്സിൽ എഴുതിക്കേ 2. എത്ര ടെൻസ് ഉണ്ട്? 3 ടെൻസ്. 1 2 3 3 ടെൻസ് ഉണ്ടല്ലേ? ആ ബോക്സിൽ 3 എന്ന് മാത്രം എഴുതുക. ഇനി എത്ര വൺസ് ഉണ്ട്? 1 2 3 4 5 5 വൺസ് ഉണ്ട് അല്ലെ? അപ്പോ 200 ആയി, 3 10 ആയി, 5 വൺസ് ആയി. ഒന്ന് കൂട്ടി എഴുതിക്കേ, ഒന്ന് ആഡ് ചെയ്ത് എഴുതിക്കേ. എന്ത് കിട്ടും? 235 എന്ന് കിട്ടും. അവസാനത്തെ 3 എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അപ്പോ പേജ് നമ്പർ 3 തൊട്ട് പേജ് നമ്പർ 9 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ പ്രാക്ടീസ് ബുക്ക് തന്നെ ചെയ്ത് പെൻസിൽ വെച്ച് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്തിട്ട് വരുമല്ലോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. മിസ് പഠിപ്പിച്ച പോർഷൻ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഫർ ചെയ്ത് നോക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. മിസ് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹോംവർക്ക് എനിക്ക് അയച്ചു തരണം. ഓൾ ദ വെരി ബെസ്റ്റ്.